ഒരേ വീട്ടിൽ രണ്ട് കട്ടിലിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും പല ദമ്പതികളും ഇത്തരത്തിലുള്ളവരുണ്ട്. ഇത് കേവലം ഉറക്കത്തിന്റെ പ്രശ്നങ്ങളല്ല, നമ്മുടെ മനസ്സിന്റെ അകലം കൂടി തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ ബ്രെയിനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ബോണ്ടിങ് ഹോർമോണായിട്ടുള്ള ഓക്സിറ്റോസിൻ ഉൽപ്പാദനം കുറയും, സ്നേഹബന്ധം കുറയ്ക്കാനത് കാരണമാകും. പിന്നീട് പതിയെ പതിയെ ബ്രെയിൻ ലേൺ ചെയ്യാണ്, ഞാൻ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഓക്കെയാണ്, സേഫാണ്, പിന്നെ അത് തുടരാനത് കാരണമാകും. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശീലങ്ങളായിട്ട് മാറും, നമുക്ക് പരിചയമുള്ളതായിട്ട് മാറും. ബ്രെയിൻ അതിനെ ലേൺ ചെയ്യും. എനിക്ക് പരിചയമുള്ള ആളോട് എനിക്ക് അടുപ്പമുള്ളതുപോലെ നമ്മൾ ചെയ്യുന്ന ശീലങ്ങളോട് നമുക്ക് താല്പര്യം വരും, അതിൽ നമ്മൾ ഓക്കെ ആകും. പിന്നീട് നമുക്ക് ഇമോഷനുകളൊക്കെ ഇതിനകത്ത് നിന്നാണ് വരിക എന്ന് വെച്ചാൽ സ്നേഹം കുറയും. നമ്മുടെ മക്കളും ഇതിനെ റീഡ് ചെയ്യും. സ്നേഹബന്ധം കുറഞ്ഞാലും ബന്ധങ്ങൾ തുടരും എന്നുള്ള തെറ്റായ ഒരു ലേണിംഗ് അവർക്ക് കിട്ടുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് പാറ്റേണിലും ഇവരിത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇവർക്കത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും. മനസ്സിലാക്കേണ്ടത്, രണ്ട് കട്ടിലുകൾ എന്നത് കേവലം രണ്ട് ഫർണിച്ചറുകളല്ല, നമ്മുടെ മനസ്സുകൾക്കിടയിലുള്ള ഇമോഷനുകളുടെ ഒരു ചുമരാണത്. കട്ടിലുകൾ വേർപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകളും വേർപ്പെടുന്നു എന്നത് മനസ്സിലാക്കുക.